അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ വളരെ പ്രായമായിട്ടുള്ള ഒരാളുടെ ഒരു സംശയം, അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് സ്വത്തുക്കളെല്ലാം വിഹിതം ചെയ്തു, അപ്പോൾ അതിലേറ്റവും കുറവ് കിട്ടിയത് എനിക്കാണ്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പാപമോചനം തേടേണ്ടതുണ്ടോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം. അപ്പോൾ അതിന് മറുപടി ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയും. പിന്നെ എന്തായിരുന്നാലും വാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ജന്മം നൽകിയവരാണ്. അവരുടെ നമുക്ക് കടമകളുണ്ട്. അവർ നമ്മളോട് എന്ത് ചെയ്താലും നമ്മൾ തിരിച്ച് അവർക്ക് എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കണം. അത് സംശയമില്ലാത്ത ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്, മാതാപിതാക്കൾ മക്കളോട് എന്തെങ്കിലും അനീതി കാണിച്ചു എന്ന് വരുന്നത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് എല്ലാ മാതാപിതാക്കളെയും ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ഒരു സംഭവം എന്നതാണ് വസ്തുത. അതായത് പിന്നെ ഒരിക്കലും മക്കൾക്കത് മറക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറന്ന് കളയണം. നമ്മൾ അവരെടുത്ത് സംഭവിക്കുന്ന അപാകതകൾ മനുഷ്യരല്ലേ, എന്തെങ്കിലും പിഴവുകൾ പറ്റിയാൽ നമ്മളത് മറക്കണം, പൊറുക്കണം. പക്ഷെ അത് കഴിയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മാതാപിതാക്കളെ അത്രമാത്രം സ്നേഹിക്കുന്നു, അവർ നമ്മൾ അത്രമാത്രം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ആര് നമ്മളെ അവഗണിച്ചാലും ആര് നമ്മളോട് അനീതി കാണിച്ചാലും അത് വാപ്പയും ഉമ്മയും ചെയ്യുമ്പോൾ അതിൻ്റെ വേദന അത് താങ്ങാനാകാത്തതും സഹിക്കാനാവാത്തതുമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചത്, യഅ്ദിലൂ ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കണമെന്ന്. അത്രയും കണിശമായി പറയാനുള്ള കാരണം അതായിരിക്കും. യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മക്കൾ പറഞ്ഞു, അഹബ്ബു ഇലാ അബീന മിന്ന, നമ്മളെക്കാളും അവനാണ്, അതായത് യൂസുഫും ബിന്യാമീനും ഒക്കെയാണ് നമ്മുടെ വാപ്പയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവഗണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവനെ നശിപ്പിച്ച് കളഞ്ഞാൽ വാപ്പൻ്റെ സ്നേഹം മുഴുവൻ നമുക്ക് കിട്ടും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ വലിയ സംഭവങ്ങൾക്ക് പിന്നിലുള്ളത് ആ മക്കളുടെ ഒരു തോന്നലായിരുന്നു. എന്ത്? ഞങ്ങളുടെ വാപ്പ ഞങ്ങളോട് അനീതി കാണിച്ചു, ഒരു മകനോട് പ്രത്യേക സ്നേഹം കാണിച്ചു എന്ന തോന്നലിൽ നിന്നാണ് ആ കൊച്ചനുജനെ കൊല്ലുവാനും അവനെ നശിപ്പിക്കുവാനും അവനെ നാട് കടത്തുവാനൊക്കെ അവർ ചിന്തിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുന്നു. അപ്പോൾ എത്രമാത്രം വലിയ സ്വാധീനം ഇത് മക്കളിൽ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ പൊതുവെ പരിശോധിച്ചാൽ എല്ലാ മക്കളോടും നമ്മൾ ചോദിക്കുകയാണ്, വാപ്പക്കും ഉമ്മക്കും ആരോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ എല്ലാവരോടും ഒരേപോലെയാണ് എന്ന് പറയുന്ന മക്കൾ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. മറ്റതെല്ലാവർക്കും പറയാനുണ്ടായിരിക്കും, അവർ രണ്ടാളും ഉപ്പാക്കും ഉമ്മാക്കും വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്, അവരാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അവളാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ആ ചെറിയ മോനോടാണ് അവർക്ക് എല്ലാ സ്നേഹവും എന്ന് പൊതുവേ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മളെത്ര സൂക്ഷ്മത പാലിച്ചാലും മക്കൾ അങ്ങനെ വിലയിരുത്തും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ അങ്ങനെയുള്ള ചില തോന്നലുകൾക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ അത് ഒരിക്കലും മറ്റു മക്കൾക്ക് ഒരു പ്രത്യക്ഷമായ ന്യായം പറയാൻ, ഒരു വിവേചനം കാണിച്ചു എന്ന് പ്രത്യക്ഷമായി ന്യായം പറയാൻ കഴിയുന്ന രൂപത്തിലാകുമ്പോൾ നമ്മൾ കുറ്റക്കാരായിത്തീരുന്നതാണ്. ഒരു മകന് സമ്മാനം കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് എല്ലാ മക്കൾക്കും അതുപോലെ കൊടുക്കാമെങ്കിൽ കൊടുക്കാമെന്നാണ്. അതല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യത്തിന് നീ എന്നെ സാക്ഷിയാക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഈ ഒരു വലിയ ആശയം നമ്മൾ ഉൾക്കൊള്ളുക. നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റങ്ങളിൽ നമ്മളെപ്പോഴും ഒരു തുല്യമായ നിലക്ക് പെരുമാറുവാൻ വേണ്ടി ശ്രമിക്കാം. എപ്പോഴാണ് ഇങ്ങനെ ഒരു അനീതി മക്കൾക്ക് ഏത് സന്ദർഭത്തിലാണ് അവർക്കത് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ കാര്യത്തിലാണ്. നമ്മൾ സ്വത്തുക്കൾ വീതിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ തുകയോ പണമോ ആർക്കെങ്കിലും നമ്മൾ വലിയ സംഖ്യ നീക്കി വെക്കുമ്പോൾ അതിന് ചില കാരണങ്ങളുണ്ടാവും. മറ്റുള്ളവരെ നമ്മൾ അതിൽ പരിഗണിക്കണം. ഏറ്റവും മിനിമം അവരുടെ ഒരു അഭിപ്രായങ്ങൾ ചോദിക്കാം. ഇവൻക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നതല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവന്
സഹായിക്കേണ്ട ഒരു ഘട്ടമുണ്ട്. അപ്പോൾ നമ്മൾ സഹായിക്കുന്നുണ്ട്, എന്താണ് അഭിപ്രായമെന്ന് ചോദിക്കുക. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരാൾക്ക് അസുഖം വന്നു, ഒരു വലിയ സംഖ്യ അയാളുടെ ചികിത്സക്ക് വന്നു, നമ്മളതിനു വേണ്ടി കൊടുത്തു എന്നുള്ളത് കൊണ്ട് പ്രശ്നമുണ്ടാവാത്ത, അവിടെ മറ്റുള്ളവർക്ക് ആ ന്യായം ബോധ്യപ്പെടുന്നുണ്ട്. അവനൊരു അസുഖം വന്നതുകൊണ്ടാണ് കൊടുത്തത് എന്ന് ന്യായമായ കാരണങ്ങൾ ഉണ്ടാവുകയും ആ ന്യായമായ കാരണങ്ങൾ മറ്റവരെ ബോധ്യപ്പെടുത്താൻ കഴിയുകയും ചെയ്യുമ്പോൾ അത്തരം ഒരു അനീതി ചെയ്തതായിട്ട് അവർക്ക് തോന്നില്ല. അല്ലാത്ത പക്ഷം ഒരു അനീതി ചെയ്തതായിട്ട് എന്ത് ചെയ്യും തോന്നുന്നു. ഇപ്പോൾ വർഷങ്ങൾ, പിതാവ് മരിച്ചുപോയി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പിതാവ് കാണിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു അനീതി മക്കൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾക്ക് ഒരു ഇസ്തിഗ്ഫാർ, ഒരു പാപമോചനം തേടാൻ പോലും മനസ്സ് സമ്മതിക്കാത്ത വിധം ആ വിഷമം മനസ്സിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമാണത്. നമ്മുടെ മക്കളുടെ പ്രാർത്ഥനകൾ നമുക്ക് എന്നും വേണം. അവിടെ മനസ്സിൽ എന്നും നമ്മൾ ആദരിക്കപ്പെടുന്നവരും സ്നേഹിക്കപ്പെടുന്നവരുമാകണം. അതിന് അനീതിയില്ലാതെ അവരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.